പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അതിന് അവസരമുണ്ട്. ഇനി പറയുന്ന നമ്പറിലേക്ക് നേരിട്ട് വിളിച്ച് ആ ജനകീയ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ അയച്ചു തരണമെങ്കിൽ അതിനും അവസരമുണ്ട്. വാർത്തകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0484233051 ദൃശ്യങ്ങൾ വാട്സാപ്പിൽ അയക്കാം. 6235968937 ഈ നമ്പറാണ് അതിനായി ഉപയോഗിക്കേണ്ടത്. നമ്മൾ ആദ്യം പോകുന്നത് വയനാട് തോൽപ്പെട്ടിയിലെ ഒഴിപ്പിക്കൽ വാർത്തയിലേക്കാണ്. അവിടെ കുടിലുകൾ പൊളിച്ചു നീക്കിയ സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്ന് മന്ത്രി വ്യക്തമാക്കി. വനംവകുപ്പ് നടപടിയിൽ തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിന് മുന്നിൽ ഗോത്രവിഭാഗം പ്രതിഷേധവുമായി എത്തിയതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ. പ്രതിഷേധ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ റേഞ്ച് ഓഫീസിന് മുൻപിൽ നടക്കുന്നത്. ടി സിദ്ദിഖ് MLA, കൽപ്പറ്റ MLA അവിടെ എത്തി പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. വനംവകുപ്പിനെതിരെ വലിയ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. 10-16 കൊല്ലമായിട്ട് താമസിക്കുന്ന വീട്ടിൽ അവർക്ക് വേറെ ഒരു വീടോ വേറെ താമസിക്കാനുള്ള ഒരു സൗകര്യമോ നൽകാതെ ആ വീട്ടിൽ നിന്ന് ഗർഭിണിയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ തെരുവിലേക്ക് വലിച്ചെറിയുക. ആ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരമായ നടപടിയാണ്. ഇത് സംഭവിച്ചിരിക്കുന്നത് ബഹുമാന്യനായ കേരളത്തിൻ്റെ ട്രൈബൽ ഡെവലപ്മെൻറ്റിൻ്റെ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന OR കേളുവിൻ്റെ നിയോജകമണ്ഡലത്തിലാണ്. ഇത് പഞ്ചായത്തിലാണ്, നിയോജകമണ്ഡലത്തിലാണ്. ഇത് ചെയ്തിരിക്കുന്നത് വയനാടിൻ്റെ ചുമതലയുള്ളതായ വനം വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതാണോ സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം? AV ജയശങ്കറുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യും, കടുത്ത നടപടി എന്നാണല്ലോ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ജയശങ്കർ? അതായത് ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ കൊള്ളിമൂല ആദിവാസി സെറ്റിൽമെൻറ്റിൽ നിന്ന് 3 കുടുംബങ്ങളെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇവിടെ നിന്ന് പുറത്താക്കുന്നത്. ഇവർ ഭക്ഷണം പാകം ചെയ്യുക ഉൾപ്പെടെ ചെയ്തിരുന്നൊരു ഘട്ടത്തിലാണ് ഉദ്യോഗസ്ഥരെത്തുന്നത്. ഈ ഭക്ഷണം പദാർത്ഥങ്ങൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. ഗർഭിണികളും ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ഈ ഉദ്യോഗസ്ഥർ വലിച്ചഴിച്ചു. അങ്ങനെ ഗുരുതര ആരോപണങ്ങളാണ് ഇവിടെയുള്ള ആദിവാസി വിഭാഗങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഉയർത്തിയത്. ഇന്ന് ഈ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ, അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഓഫീസിന് മുന്നിൽ ഈ ഉദ്യോഗസ്ഥർ വലിയ തോതിലുള്ള ഈ ആദിവാസികൾ വലിയ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിഷേധ സ്ഥലത്തെത്തി. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം വയനാട്ടിൽ നടക്കുമ്പോഴാണ് നിലവിൽ വനം മന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഇടപെടലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് വനം മന്ത്രി ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കുന്നത്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മന്ത്രി നിർദ്ദേശം നൽകിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിലുള്ള വീഴ്ച പറ്റി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഭരണവിഭാഗം വനം മേധാവിയുടെ കൂടി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രി സ്വീകരിക്കുക. എന്തായാലും ഇപ്പോഴും ഈ റിപ്പോർട്ടിംഗ് നടക്കുന്നൊരു ഘട്ടത്തിൽ പോലും വയനാട്ടിൽ വലിയ തോതിൽ ഈ 3 കുടുംബങ്ങളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. 16 വർഷമായി ഈ കുടുംബങ്ങൾ താമസിക്കുന്നൊരിടത്തിൽ നിന്നാണ് ഇവരെ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പുറത്താക്കുന്നത്. ഇത് വനത്തോട് ചേർന്നുള്ള മേഖലയാണ്, വനം വകുപ്പിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ പുറത്താക്കിയത്. ഈ ആദിവാസികൾ ഭൂമിയുടെ ഉടമകളെന്ന് പറയുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, വനം മന്ത്രിയുടെ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ നടപടി ചെയ്തത്. മന്ത്രി OR കേളുവിൻ്റെ മണ്ഡലത്തിലാണ്, വനം വകുപ്പ് മന്ത്രിക്ക് ചുമതലയുള്ള ജില്ലയാണ്. അങ്ങനെ ഇതിൽ പല വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDF ടി സിദ്ദിഖ് MLAയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയത്. ഈ പ്രതിഷേധത്തിന് പിന്നാലെയാണ് വനം മന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെട്ടത്. ആദിവാസികളെ ഇത്തരത്തിൽ ഈ ഭൂമിയിൽ നിന്ന് ചട്ടവിരുദ്ധമായി ഒഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് മന്ത്രിയുടെ നിലപാട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മന്ത്രി ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യക്ഷമായി തന്നെ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. കടുത്ത നടപടി എന്നാണ് വനവകുപ്പ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. AV ജയശങ്കർ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ ഇനി പോകുന്നു. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ K സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ചുവെന്ന 24 വാർത്തയിൽ തുടർചലനങ്ങൾ. താൻ പദവിയിൽ തുടരണമോ വേണ്ടയോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് പ്രതികരിച്ച K സുരേന്ദ്രൻ വാർത്ത തള്ളിയില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ BJP ദേശീയ നേതൃത്വവും പ്രതികരണവുമായി രംഗത്തെത്തി. ഇന്ന് ഗുഡ് മോർണിംഗ് വിത്ത് SKNലാണ്
BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ രാജിസന്നദ്ധത അറിയിച്ചുവെന്ന വലിയ വാർത്ത 24 പുറത്തുവിട്ടത്. രാഷ്ട്രീയ കേരളം പിന്നെ ഈ വാർത്തയ്ക്ക് പിന്നാലെയായി. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, രാജിവെക്കാൻ അനുമതി നൽകണം, ദേശീയ നേതൃത്വം വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ട കാര്യം വിശദമായി 24 റിപ്പോർട്ട് ചെയ്തു. പിന്നീട് മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തു. 24 വാർത്തയിൽ പ്രതികരണവുമായി തുടർന്ന് BJP ദേശീയ നേതൃത്വം രംഗത്തെത്തി. ആരും രാജിവെക്കില്ലെന്നും രാജി ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പ്രസ്താവന ഇറക്കി. സുരേന്ദ്രൻ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ് പാലക്കാട് പ്രഭാരി P. രഘുനാഥ് രംഗത്തെത്തി. അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ ഒരു വ്യക്തിയോ ഒരു നേതാവോ നയിക്കുന്നതല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. കേരളം ഈ BJP വാർത്തയിൽ മാത്രം സജീവമായിരിക്കുമ്പോഴാണ് വാർത്താ സമ്മേളനത്തിനായി കെ സുരേന്ദ്രൻ എത്തിയത്. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി കെ സുരേന്ദ്രൻ പറഞ്ഞു. 24ന്റെ വാർത്ത ശരിവെച്ചു. തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. രാജിസന്നദ്ധതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന വിധത്തിലായിരുന്നു മറുപടി. എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. പാലക്കാട് തോൽവിക്ക് ശേഷം BJPക്കകത്തും പുറത്തുമായി സുരേന്ദ്രനെതിരെ ആക്രമണം രൂക്ഷമാണ്. സംഘടനയ്ക്കകത്തും പുറത്തുമായി നേതാക്കളുടെ പ്രതികരണം ഏറുന്നതിനിടയിലാണ് കെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചത്. കെ സുരേന്ദ്രന്റെ രാജിസന്നദ്ധതയിൽ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയതോടെ പാലക്കാട് തോൽവിയിലുള്ള വേട്ടയാടലിൽ നിന്നും സുരേന്ദ്രൻ തൽക്കാലം രക്ഷപ്പെട്ടു. എന്നാൽ BJPയിലെ പ്രശ്നങ്ങൾ ഇവിടെ തീരില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾ നിരത്തിയ നേതാക്കൾക്ക് നേരെയുള്ള അന്വേഷണത്തിലേക്കാണ് ഇനി സംഘടന കടക്കുക. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. സംസ്ഥാനത്ത് സ്കൂൾ പാചക തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിട്ട് 3 മാസം പിന്നിടുകയാണ്. വർഷങ്ങളായി ജോലി ചെയ്താലും ESIയും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. സർക്കാരിനെതിരെ CPIയുടെ തൊഴിലാളി സംഘടനയായ AITUC തന്നെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ശമ്പള കുടിശ്ശിക മുഴുവൻ തീർക്കുമെന്ന് സർക്കാർ പല തവണകളായി ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും തൊഴിലാളികളുടെ തുച്ഛമായ വേതനം മുടങ്ങിയിട്ട് 3 മാസമായി. 600 രൂപയാണ് പാചക തൊഴിലാളികൾക്ക് സർക്കാർ നിശ്ചയിച്ച ദിവസക്കൂലി. മാസത്തിൽ കൂടിപ്പോയാൽ 20 ദിവസമാകും ജോലി. കുരുന്നുകൾക്ക് അന്നമൂട്ടുന്നവരുടെ ജീവിതം അന്നം മുട്ടിയിരിക്കുകയാണ്. 500 കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്നാണ് സർക്കാർ ചട്ടം. പലപ്പോഴും കുട്ടികൾക്ക് സമയത്തിന് ഭക്ഷണം നൽകാൻ സാധിക്കുന്നില്ല. ഇതൊഴിവാക്കാനായി പലയിടത്തും തൊഴിലാളികൾ തന്നെ പണം നൽകി ഒരാളെ സഹായത്തിനായി നിർത്തും. ഇതിൽ 300 രൂപ സഹായിക്ക് നൽകണം. ഇതിനു മുൻപുണ്ടായിരുന്ന എല്ലാ ഗവൺമെൻറ്റുകളും പാചക തൊഴിലാളികൾക്ക് വർഷം തോറും 50 രൂപ വീതം വർദ്ധിപ്പിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ ഗവൺമെൻറ്റും, അതിൽ പൊളിറ്റിക്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 10 പൈസ കൂട്ടി കൊടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അപ്പോൾ വലിയ വിലക്കയറ്റത്തിൻ്റെ കാലത്ത് 1 രൂപ പോലും വർദ്ധിപ്പിക്കാതെ അർഹിക്കുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട ശമ്പളം പോലും കൊടുക്കാത്തൊരു ദയനീയമായിട്ടുള്ള സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യസാധ്യമല്ലാത്ത അധ്വാനഭാരം അടിച്ചേൽപ്പിക്കുക തൊഴിലാളികളിൽ. 67 വയസ്സുള്ള ലില്ലി 35 വർഷമായി പാചക തൊഴിലാളിയാണ്. ഇതുപോലൊരു പ്രതിസന്ധി മുൻപിതുവരെ ലില്ലി നേരിട്ടിട്ടില്ല. ജോലിഭാരം കൂടി പൈസയുമില്ലാത്ത അവസ്ഥയിൽ ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. 6 രൂപയായിരുന്നു ഞാൻ കയറിയ സമയത്തുള്ള കൂലി. ഇപ്പം പൈസ 3 വർഷമായിട്ട് ഞങ്ങൾക്ക് പൈസ കൂട്ടണില്ല, ഉള്ള ശമ്പളമോട്ട് തരണമില്ല. ജോലി ഭാരം കൂടുതലായി. 2 കറി വെക്കി 3 കറി വെക്കി എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ ഒരേ ദിവസം ചെല്ലും തോറും ഞങ്ങൾക്ക് ജോലി ഭാരം കൂടുതൽ, പൈസ തൊട്ട് കിട്ടണമില്ല. 25 വർഷമായി ഈ ജോലി ചെയ്യുന്ന ശോഭയുടെ സാഹചര്യവും മറിച്ചല്ല. ഞാൻ കയറുന്ന സമയത്ത് എനിക്ക് 40 രൂപ ശമ്പളത്തിലാണ് ഞാൻ കയറിയിരുന്നത്. ഇപ്പം ഈ പറഞ്ഞമാതിരി തന്നെ 2-3 വർഷം ഈ ശമ്പളമൊക്കെ മര്യാദയ്ക്ക് കിട്ടാണ്ടായിട്ട് വീട്ടിലാണെങ്കിൽ വയ്യാണ്ട് കിടക്കണ ഒരു അമ്മയുണ്ട്, സുഖമില്ലാത്തൊരു മോനുണ്ട്, ഇപ്പോൾ വിധവയായിട്ട് വന്നേക്കണ ഒരു മോളും ഉണ്ട്. പിന്നെ ഭർത്താവിനാണെങ്കിൽ കാലിന് വയ്യാത്ത കാരണം അതുകൊണ്ട് ഈ പൈസ കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങളാകെ ദുരിതത്തിലാണ് ജീവിക്കുന്നത്. വീടാണെങ്കിൽ പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്നതാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. എല്ലാവരോടും കടം മേടിച്ചപ്പോൾ നമ്മളെ കാണുമ്പോൾ ആൾക്കാർ മാറിപ്പോവുകയാണ്. പലരുടെയും തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. കുട്ടികളുടെ പഠനം, വായ്പ, ആശുപത്രി ചെലവ്, വലിയ അനിശ്ചിതത്വത്തിലാണ് ഇവരുടെ ജീവിതം. ഞങ്ങളിൽ കുറേ പേരും വാടക വീട്ടിലും വേറെ കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമാണ്. ഭർത്താവില്ലാത്തവരുണ്ട്, അല്ലാതെ കല്യാണം കഴിക്കാത്തവരുണ്ട്. ഇടതു സർക്കാർ അധികാരത്തിലെത്തിയാൽ സ്കൂൾ പാചക തൊഴിലാളികളെ പാർട്ട് ടൈം ജീവനക്കാരാക്കുമെന്നായിരുന്നു വാഗ്ദാനം. അധികാരത്തിലെത്തി 8 വർഷം പിന്നിടുമ്പോൾ തുച്ഛമായ ശമ്പളം നേടിയെടുക്കാനുള്ള സമരത്തിലാണ് ഇന്ന് പാചക തൊഴിലാളികൾ. തൊഴിലാളി വർഗ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ദിവസക്കൂലിയിൽ ജീവിതം മുന്നോട്ടു പോകുന്നവരെ അന്നമുട്ടിക്കരുതെന്നാണ് AITUCയുടെ നിലപാട്. 24
കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ശമ്പളം ആവശ്യപ്പെട്ട് ഏത് വാതിലുകളാണ് മുട്ടേണ്ടത് എന്നാണ് പാചക തൊഴിലാളികളുടെ ചോദ്യം. പ്രതികരണങ്ങളിലേക്ക്. ജോലിയാണ് സ്ഥാപനത്തിൽ തന്നെ അധ്യാപകർക്ക് കിട്ടേണ്ടത്, ഓഫീസ് സ്റ്റാഫിന് കിട്ടേണ്ടത്. ഞങ്ങൾക്ക് മാത്രം അതിൻ്റെ ശമ്പളം, ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന അധ്യാപകർക്ക് ഒരു ശമ്പളമുണ്ട്. ഞങ്ങൾ നിസ്സാരമായിട്ട് കിട്ടണ ഞങ്ങൾക്കില്ല. ഈ നില തുടർന്നുകൊണ്ട് പോകുകയാണെങ്കിൽ പാചക തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട സംഭവം, അങ്ങനെ ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കേണ്ടി വരും. പറയുന്നവരടുത്തൊക്കെ ഞങ്ങൾ പറയേണ്ട നിവേദനം കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ സങ്കടങ്ങൾ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര സങ്കടങ്ങൾ പറഞ്ഞാലും അവരതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഗവൺമെൻറ്. അതാണ് സത്യം. ഇപ്പോൾ ഈ 3.5 വർഷമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ യഥാസമയം ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ അനുഭവിക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ല, യഥാസമയം ശമ്പളവും ഇല്ല. പറയുന്നത് എവിടെയോ സ്കൂളിലാണ് ഞങ്ങൾക്ക് ജോലി. ആ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളിനി ആരോടാണ് ശമ്പളം ചോദിക്കുന്നത്? എനിക്ക് ഭർത്താവില്ലാതാണ് ഞാൻ ജീവിക്കുന്നത്. 2 പിള്ളേരെ എനിക്കും പഠിപ്പിക്കേണ്ടതാണ്. എൻ്റെ മോൾക്ക് വണ്ടിക്കൂലി കൊടുക്കാൻ പോലും ഒരു നിവൃത്തിയില്ലാതെ എന്നും കടമേടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേന് ഇത് കടം മേടിച്ച കാശ്, ഇവർ തരുന്ന കാശ് കടം തീർക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒന്നിനും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ജോസ്വിൻ ജോസഫിന്റെ പ്രതികരണം വരുന്നുണ്ട്. കുട്ടികൾക്ക് അന്നമുണ്ടാക്കുന്നവർക്ക് പൈസ കൊടുക്കണം അധികാരികൾ എന്നുള്ളതാണ് ഇവരുടെ കണ്ണുനീര് കാണണം. സർക്കാർ അടിയന്തരമായി ഇടപെടണം. ഇവർക്കുള്ള ഇപ്പോൾ മുടങ്ങിയ ശമ്പളം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തേക്കാൻ അടിയന്തര നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. ഈ വിഷയം നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അരൂർ തുറവൂർ നിർമ്മാണ മേഖലയിൽ പോലീസിന്റെയും കരാർ കമ്പനിയുടെ അനാസ്ഥയും മൂലം യാത്രാ ദുരിതങ്ങളും അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. കാറിന് മുകളിലേക്ക് കോൺക്രീറ്റ് പാളി വീണുണ്ടായ അപകടമാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. തലനാരിഴയ്ക്കാണ് യുവാവ് രക്ഷപ്പെട്ടത്. ചാരുമൂട് സ്വദേശി നിതിൻ കുമാർ സഞ്ചരിച്ച കാറിന് മുകളിലേക്കാണ് ഇത് വീണത്. പാലത്തിന് മുകളിൽ ഉപയോഗശേഷം മാറ്റിയിട്ട കല്ലാണ് വീണത്. കണ്ടെയ്നർ ലോറി തട്ടിയാണ് കോൺക്രീറ്റ് പാളി താഴെ വീണത് എന്നാണ് കരാറുകാരൻ പറയുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ നാടിന്റെ വികസനവും ജനങ്ങളുടെ ആവശ്യവുമാണ്. എന്നാൽ നാളുകളായി തുടരുന്ന ഈ നിർമ്മാണത്തിന്റെ പേരിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ഉണ്ടാകുന്ന അപകടങ്ങളും നിരവധിയാണ്. ഇന്നലെ രാത്രി 11 മണിയോടെ നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ പാതയിൽ എരമല്ലൂരിൽ വെച്ചാണ് അപകടം. ഉയരപ്പാത നിർമ്മാണത്തിലെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ ടാർപോളിൻ കെട്ടിയും നെറ്റ് കെട്ടിയും മുകളിൽ തന്നെ താൽക്കാലികമായി സൂക്ഷിച്ച് പിന്നീട് എടുത്തു മാറ്റുകയാണ് രീതി. മുകളിൽ നെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പാളിയിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചാണ് താഴേക്ക് വീണത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് യുവാവ്. 2 വീലറാണെങ്കിൽ ആള് മരിച്ചു പോയേനെ. എന്റെ വണ്ടിയിൽ തന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് വീഴുമായിരുന്നെങ്കിൽ ഞാനായാലും എനിക്ക് നല്ല പരിക്ക് പറ്റിയാണ്, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. കഷ്ടിച്ച് ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഭാരവാഹനങ്ങൾക്ക് നിർമ്മാണ മേഖലയിൽ രാത്രികാലങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടും പോലീസ് നിയന്ത്രിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. അത് ഞാൻ മിക്ക ദിവസം രാവിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം ബസ് കാത്ത് നിൽക്കുമ്പോൾ മിക്കപ്പോഴും കാണാറുണ്ട് ബൈക്ക് ഇങ്ങനെ മറിഞ്ഞു വീണത്. അത് ഈ ഭാഗത്ത് തന്നെയാണ്. കാരണം ബൈക്കാണ് കൂടുതൽ വീണത്. പിന്നെ ബൈക്ക് തമ്മിൽ കൂട്ടിമുട്ടി അതൊക്കെ കാണാറുണ്ട്. പോലീസുകാരാണ് നോക്കേണ്ടത്. അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ പിന്നെ രാത്രി സഞ്ചരിക്കാത്തതുകൊണ്ട് വീട്ടിലാണ്. അപകടമുണ്ട്, രാത്രിയൊക്കെ അപകടം ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിനൊക്കെ ചെറിയ കൊട്ടും പിന്നെ മുട്ടുന്നിട്ടൊക്കെ പോകണമെന്ന്. കാറിൽ മറ്റ് യാത്രക്കാർ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. കാറിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്നു. വണ്ടിയുടെ ബാക്ക് ഫുള്ള് തകർന്നു. ഗ്ലാസും വണ്ടിയുടെ റൂഫൊക്കെ ആണെങ്കിലും റൂഫ് കിഴിഞ്ഞ് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ ഉത്തരവാദിത്വമല്ല, അവർക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആദ്യം പറഞ്ഞത്. പിന്നെ അവർ കുറച്ച് മുന്നേ വേറൊരു അതിൻ്റെ HR വിളിച്ചിട്ട് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, അങ്ങനെ സംസാരിച്ചു. പക്ഷേ എനിക്ക് ഒരു വിശ്വാസമില്ല അതിനകത്ത് എന്താവും എങ്ങനെയാവും. യുവാവ് അരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കാറിനുണ്ടായ കേടുപാടിന് നഷ്ടപരിഹാരം നൽകാമെന്ന് കരാർ കമ്പനി യുവാവിനെ അറിയിച്ചു. എന്നാൽ നിർമ്മാണ മേഖലയിൽ അപകടങ്ങൾ പതിവാകുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ആശങ്കയില്ലാതെ മേഖലയിലൂടെ യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ടതാണ്. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. നാട്ടുകാർക്ക് വളരെ ദുരിതമാണ്. ഇവിടുന്ന് പിന്നെ ഈ തുറവൂർ ജംഗ്ഷനിൽ നിന്ന് അരൂർ വരെ പോകണമെങ്കിലുണ്ടല്ലോ, പിന്നെ ചുരുങ്ങിയത് ഒരു 3 മണിക്കൂർ വേണ്ടി വരും. ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ശനിയാഴ്ച ദിവസം ചന്ദ്രൂർ ഒരു പ്രൈവറ്റ് ബസ് മറിഞ്ഞ്. ഇതൊക്കെ ഇതിന്റെ ഈ റോഡ് പണിയുടെ പിന്നെ ഇതുകൊണ്ട് പോകുന്നതാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാനുള്ള ഗ്യാപ്പില്ല. ഉള്ള ഗ്യാപ്പിലൂടെ വണ്ടി എടുത്ത് വരുമ്പോൾ മറിഞ്ഞു പോകുന്നു. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടില്ല, ഈ പൊടി കണ്ട ഞങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ തുറവൂർ ജംഗ്ഷനിലുള്ളവരെല്ലാവരും രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രാഫിക്കില്ല, പൊടി ശല്യം, ബ്ലോക്കാണ്. പിന്നെ ബൈക്കുകാർക്ക് പോകാൻ ഒരു രക്ഷയില്ല.
ഈ പൊടിയും കുണ്ടിയും കുഴിയും മഴ പെയ്താൽ പറയണ്ട. അത് ഞാൻ മിക്ക ദിവസം രാവിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം ബസ്സിനകത്ത് നിൽക്കുമ്പം മിക്കപ്പോഴും കാണാറുണ്ട് ബൈക്ക് ഇങ്ങനെ മറിഞ്ഞ് വീണത്. അത് ഈ ഭാഗത്ത് തന്നെയാണ്. കാരണം ബൈക്കാണ് കൂടുതൽ വീണത്. പിന്നെ ബൈക്ക് തമ്മിൽ കൂട്ടിമുട്ടി അതൊക്കെ കാണാറുണ്ട്. റീന സതീശൻ പറയുന്നുണ്ട്, ഇന്നലെ വടം കുടുങ്ങി ഒരു ജീവൻ പൊലിഞ്ഞു. ആ യുവാവ് ഇപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. ഇനിയും എന്തൊക്കെ കാണണമെന്നുള്ളതാണ്. വികസനം ഒരു വഴിക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള അവസരം മറുഭാഗത്തുണ്ടാവുകയും വേണം എന്നാണ് ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. കളമശ്ശേരിയിൽ ഉടമസ്ഥരില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികൾ കാരണം അപകടങ്ങൾ പെരുകുന്നു. പലവട്ടം വാർത്തകൾ വന്നിട്ടും മുനിസിപ്പാലിറ്റി നടപടിയെടുക്കുന്നില്ല എന്നാണ് ആക്ഷേപം. പരിഹാരം കാണാത്ത ഈ പ്രശ്നത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പൊതുജനം ഇപ്പോൾ. കളമശ്ശേരിയിലെ നിരത്തുകളിൽ എവിടെ നോക്കിയാലും ദാ ഇവറ്റെ കാണാം. കഴുത്തിൽ കയറില്ല, ഉടമസ്ഥരെന്ന് പറയാൻ ആരും തന്നെയില്ല. അലഞ്ഞു തിരിഞ്ഞുള്ള നടത്തത്തിനിടയിൽ അപകടങ്ങളും കുറവല്ല. മാധ്യമങ്ങളും നാട്ടുകാരും പരാതി പറഞ്ഞു മടുത്തു. പരിഹാരം ഇപ്പോഴും അകലെ തന്നെ. കുസാറ്റ്, തോഷിബ, കളമശ്ശേരി എന്നിവിടങ്ങളിലെല്ലാം കന്നുകാലി ശല്യം കൂടുതലാണ്. കളമശ്ശേരിയിലെ കന്നുകാലി ശല്യം കൊണ്ട് യാത്രക്കാരാണ് ദുരിതമനുഭവിക്കുന്നത്. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. വണ്ടിയുടെ മുൻവശത്തേക്ക് ചാടിയിട്ടും കാര്യങ്ങളായിട്ടും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് 2-3 ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബൈക്കിൽ പിള്ളേർ പോകുമ്പോൾ അവരുടെ മുന്നിലോട്ട് ചാടിയിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. മനുഷ്യരുടെ ജീവൻ എന്ന പോലെ തന്നെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഈ കന്നുകാലികളുടെ ജീവനും അപകടത്തിലാണ്. അടുത്തിടെയാണ് 2 കാളകൾ തമ്മിൽ പൊതുനിരത്തിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതി ഉണ്ടായത്. ഈ തൃക്കാക്കര റോഡിലും ഇവിടെയൊക്കെ നിറയുകയാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുറേ സ്ഥലത്ത് ആക്സിഡന്റ് ഉണ്ടാവാറുണ്ട് വണ്ടി അടക്കി ചാടുമ്പോൾ. നമ്മൾ ടൂ വീലർ ആൾക്കാണ് ഏറ്റവും കൂടുതൽ വിഷയമാണ്. പലപ്പോഴും തട്ടി ഇവിടെ മരണം വരെ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത്. പക്ഷേ അധികൃതർ ഇതിന് നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ആക്സിഡൻ്റ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ അനധികൃത പാർക്കിംഗ് ഉണ്ട് ഇവിടെ. അതും വിഷയമാണ്. അപ്പോൾ ഈ കന്നുകാലികളും അനധികൃതമായിട്ടുള്ള പാർക്കിങ്ങും വേണ്ടി ഈ റോഡ് തന്നെ എപ്പോഴും കൺജസ്റ്റഡ് നിൽക്കുകയാണ്. പലപ്പോഴും അപകടങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കന്നുകാലികളെ ഇടിച്ച് വാഹനങ്ങൾ പലവട്ടം അപകടത്തിൽപ്പെട്ടു. വഴിയാത്രക്കാരുടെ കാര്യവും കഷ്ടത്തിൽ. കഴുത്തിൽ കയറോ മൂക്കുകയറോ ഇല്ലാത്ത ഈ കാളകൾ ആക്രമിക്കുമോ എന്ന ഭയത്തോടെയാണ് പലരും വഴി നടക്കുന്നത്. ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ മോഷ്ടിച്ചു കൊണ്ടുപോയി ഇറച്ചിയാക്കി വിൽക്കുന്നതും വ്യാപകമാണ്. കളമശ്ശേരിയിലെ കന്നുകാലികളുടെ കാര്യത്തിൽ സർക്കാരിന്റെയും മൃഗസ്നേഹികളുടെയും നിഷ്ക്രിയത്വം ഞെട്ടിപ്പിക്കുന്നു. വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരേപോലെ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ് ഈ നാൽക്കാലികൾ. എന്നാൽ ഇവറ്റെ പിടിച്ചുകെട്ടി ലേലം ചെയ്യുകയോ അല്ല എങ്കിൽ സംരക്ഷണത്തിലാക്കുകയോ ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ നാളിത്ര കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഇടപെടാൻ നമ്മുടെ അധികാരികൾ തയ്യാറായിട്ടില്ല. അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയില്ല എന്ന പരിപാടിയിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് തോൽപ്പെട്ടിയിൽ കുടിലുകൾ പൊളിച്ച് ആദിവാസി കുടുംബങ്ങൾ ഒഴിപ്പിച്ച സംഭവത്തിൽ ടി സിദ്ദിഖ് MLA നേതൃത്വത്തിൽ പ്രതിഷേധം. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിനുള്ളിൽ കയറിയാണ് പ്രതിഷേധമുണ്ടായത്. ദൃശ്യങ്ങളിലേക്ക്. മിഥില ബാലൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മിഥില, ഈ ഒരു പരിഹാരമായിട്ടുണ്ടോ? ഉന്മേഷേ, അല്പസമയം മുമ്പ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ട്. ഈ കുടുംബങ്ങളെ വനംവകുപ്പിന്റെ ഡോർമെട്രിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടത് ഈ തീരുമാനം വരുന്നതിനു മുൻപ് ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതിലും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വൈകുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ അവിടെ കൂടിയിരുന്ന ആളുകളും കോൺഗ്രസ് പ്രവർത്തകരും ഈ കുടുംബങ്ങളുമെല്ലാം വൈൽഡ് ലൈഫ് ഈ ഒരു ഓഫീസിലോട്ട് കയറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം. ഈ ഒരു പ്രതിഷേധം 20 മിനിറ്റിലധികം സമയം നീണ്ടു. അതിനിടയിലാണ് DFO അങ്ങോട്ട് എത്തിയത്. DFOയുമായി ടി സിദ്ദിഖ് MLA ചർച്ച നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ പറഞ്ഞ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. താൽക്കാലികമായി ഈ കുടുംബങ്ങളെ വനംവകുപ്പിന്റെ ഡോർമെട്രിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവർക്ക് ആവശ്യമായ ഭക്ഷണം മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ അവിടെ ഒരുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാവിലെ 7:45 ഈ കുടുംബങ്ങളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അവരുടെ കുടിൽ പൊളിച്ചു മാറ്റിയത്. യാതൊരു തരത്തിലെ മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ ക്രമീകരണങ്ങളോ ഒന്നും, ഒരു ബദൽ സംവിധാനമോ ഒന്നും ഒരുക്കാതെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. അതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ശേഷം നടപടി ഉണ്ടാകുമെന്ന് വനംവകുപ്പ് മന്ത്രിയും അറിയിച്ചിട്ടുണ്ട്.
ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്ത. പാലക്കാട് നെല്ലിയാമ്പതിയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ കാട്ടാന ആക്രമണം. ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിയും യുവാവും ആനയെ കണ്ട് വാഹനം പിന്നോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റി വീഴുകയായിരുന്നു. നിഖിൽ പ്രമേഷ് ഉണ്ട് ഇപ്പോൾ. നിഖിൽ, വിവരങ്ങൾ. ഉന്മേഷ്, കോട്ടയം സ്വദേശിനിയായിട്ടുള്ള യുവതിക്കാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവർക്ക് കാര്യമായ പരിക്കില്ല, ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ കാട്ടാനയുടെ മുന്നിൽ പെട്ടെന്ന് ഇവരും സുഹൃത്തും ബൈക്കിൽ പോകുന്നതിനിടെ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു യുവാവും യുവതിയും. ഈ ആനയെ കണ്ട് ബൈക്ക് പുറകോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റി വീഴുകയായിരുന്നു. തുടർന്ന് ആന ഈ യുവതിയുടെ കാലിൽ ചവിട്ടുന്ന സാഹചര്യം ഉണ്ടായി. പാലക്കാട് നിന്നും നെല്ലിയാമ്പതിയിലേക്ക് പോകുമ്പോൾ മരപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത്. കാട്ടാനയും കുഞ്ഞും റോഡരികിൽ നിൽക്കുകയായിരുന്നു. ഇവർക്ക് കാര്യമായി പരിക്കുകളില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലുവയിലെ കുടുംബ കോടതിയിലെയും ചുറ്റുമുള്ള വീടുകളിലെയും കിണറുകളിൽ നിന്ന് വെള്ളം മാത്രമല്ല പെട്രോളും കോരിയെടുക്കാം. മുനിസിപ്പാലിറ്റിയുടെ മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരമായിട്ടില്ല. ഈ കിണറ്റിൽ നിന്ന് കോരിയതാണ്. കാണുമ്പോൾ വെള്ളമെന്ന് തോന്നും, പക്ഷേ വെള്ളം മാത്രമല്ല, പെട്രോളുമുണ്ട്. കാലങ്ങളായി ആലുവ കുടുംബ കോടതിക്ക് പരിസരത്തുള്ള കുറച്ച് കുടുംബങ്ങളുടെ ദുരിതമാണ്. പ്രകൃതിയുടെ പ്രതിഭാസമൊന്നുമല്ല, മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാതെ പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. പരാതി പറഞ്ഞ് പല വാതിലുകളിലും മുട്ടിയെങ്കിലും പരിഹാരമായില്ല. എന്നാൽ സ്വന്തമായി കുഴിച്ച കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാനാകാത്ത നിസ്സഹായ അവസ്ഥ. പെട്രോളിൻ്റെ ഇങ്ങനെ തെളിഞ്ഞ് കാണാം നമുക്ക് വെള്ളത്തിൽ നോക്കി കഴിയുമ്പോഴേ. അപ്പോൾ കുടിക്കുമ്പോൾ പെട്രോളിൻ്റെ ചുവയുണ്ടാവും. ഞങ്ങൾ ഇവിടെ പെട്രോൾ പമ്പിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല, അത് നിങ്ങൾ വേറെ സ്ഥലത്ത് പറയണമെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. തൊട്ടടുത്താണ് ആലുവ കുടുംബ കോടതി പ്രവർത്തിക്കുന്നത്. കോടതി അടക്കം മറ്റു പല വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ആശ്രയമായിട്ടുള്ള കിണറ്റിൽ പെട്രോളിന്റെ അംശം കണ്ടു തുടങ്ങിയിട്ട് 2 മാസമായി. ഇതറിയാതെ വെള്ളം ഉപയോഗിച്ചവരുടെ വാ പൊള്ളി പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടായി. ഇവിടെ ഉള്ള എല്ലാവർക്കും, അയൽവക്കക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കിപ്പോൾ 2 മാസമേ ഉള്ളൂ. പുറയിലുള്ള വീട്ടുകാർക്ക് 2-3 കൊല്ലമുണ്ട്. കടക്കാർക്ക്, പുറയിൽ വീടുകാരന് എല്ലാവർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. 150 ആൾ ജോലി ചെയ്യുന്ന സ്ഥലമാണിത്. സമീപത്തുള്ള 2 പമ്പുകളിൽ നിന്നാണ് പെട്രോൾ ചോരുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കിണറുകളിൽ വെള്ളമെടുത്ത് പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലത്തിൽ പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തി. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇതിൽ പെട്രോളിൻ്റെ അംശം കണ്ടെത്തി തുടങ്ങി. ഞങ്ങൾക്കിത് കുടിക്കാൻ പറ്റുന്നില്ല വെള്ളം. ഇപ്പോൾ തൊട്ടടുത്ത എല്ലാ കിണറുകളിലും, ഇവിടെ സമീപ പ്രദേശ എല്ലാ കിണറുകളിലും ഇതേപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് പരാതി കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ആലുവ നഗരസഭയുടെ എതിർവശത്താണ് പെട്രോൾ ചോർച്ച ഉണ്ടാകുന്നത്. നഗരസഭയ്ക്ക് പലവട്ടം പരാതിപ്പെട്ടു, പരിഹാരമായില്ല. പമ്പ് ഉടമകളോട് വിവരം തിരക്കി, തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാണ് മറുപടി. സ്വന്തമായി കിണറുള്ളപ്പോഴും പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണിവർ. വെള്ളത്തിനൊപ്പം പെട്രോളും ഒഴുകുന്ന കിണറ്റിന് സമീപത്തു നിന്നും സന്തോഷ് ചേകവർക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ഇതോടെ പൊതുജനം കഴുതല്ല സർ പൂർത്തിയാവുകയാണ്. ഇനി വാർത്താമഴ. എസ് വിജയകുമാർ.